ഈ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ? നിങ്ങൾ അതിന് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ടും അത് മാറാതിരിക്കുന്നുണ്ടോ? ഇനി ഉറക്കക്കുറവ് മാത്രമാണോ അതിന് കാരണം? അല്ല. ചിലവരിൽ ഉറക്കക്കുറവ് ഒരു കാരണമാവുന്നു. ചില ആളുകളിൽ എന്തെങ്കിലും ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ ആവാം. ചിലവർക്ക് കണ്ണിന്റെ കാഴ്ചക്കുറവ് അതുമൂലം സ്ട്രെയിൻ ചെയ്ത് വായിക്കുന്നതും ഒരു പ്രശ്നമാണ്. ചില ആളുകൾ ഈ രാത്രി കാലഘട്ടങ്ങളിൽ ഫുൾ ടൈം ഈ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നതും ഈ ഡാർക്ക് സർക്കിൾ നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്താലും മാറാത്ത ഒരു റീസണായി നിൽക്കും. പിന്നെ ഹൈഡ്രേഷൻ, അതും ഒരു വലിയ ഫാക്ടറാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഡാർക്ക് സർക്കിൾ വരുന്നത്. ഇന്നിപ്പോ നമുക്ക് ഇതിനെല്ലാം ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. കെമിക്കൽ പീലുണ്ട്, ഫില്ലേഴ്സ് ഇഞ്ചക്ഷൻസ് ഉണ്ട്, നമുക്ക് PRP പോലത്തുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട്, ടോപ്പിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു 3-4 സെക്ഷൻസ് ആവശ്യമാണ്. ഒരു ലോങ് ടേം ആപ്ലിക്കേഷൻസും ആവശ്യമാണ്. പേടിക്കണ്ട, ഇങ്ങനെ ഓരോ ട്രീറ്റ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാർക്ക് സർക്കിൾ പോകും. പിന്നെ എന്താണ് അതിന് കാരണം എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്.